ടി.എസ്. ഹരീഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. ഹരി, ഇന്ന് കേട്ട ഒരു വളരെ നല്ലൊരു വാർത്തയാണ്. അത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം കൂടിയാണ്. കുട്ടികളിലെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് നമുക്ക് മുമ്പിലുള്ള ഏക പോംവഴി. ഈ മുതിർന്നവരെ ഒന്നും പഠിപ്പിച്ച് അല്ലെങ്കിൽ കടുത്ത നിയമത്തിലൂടെ അല്ലാതെ അവരെ നന്നാക്കാനും പറ്റില്ല. എങ്ങനെയാണ് ഈ സേഫ്റ്റി കാഡറ്റ് വിഭാവനം ചെയ്യുന്നത്? പറഞ്ഞതുപോലെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും കൂടി ചേർന്ന് സംയുക്തമായി ചേർന്നാണ് ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്. നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ NCC അതുപോലെ SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റൊക്കെ പോലെയാണ് ഈ പദ്ധതിയും ഉണ്ടാവുന്നത്. അതായത് റോഡ് സുരക്ഷാ ബോധവൽക്കരണം അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാവുക. റോഡ് സേഫ്റ്റി കേഡറ്റ് എന്നുള്ള പേരിൽ, അതായത് ഒരു സ്കൂളിൽ 30 കുട്ടികൾ, അത് 8, 9, 10ാം ക്ലാസ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. 8, 9, 11 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഇതിൽ മുൻഗണന കൊടുക്കുന്നത്. അവരെയാണ് ഇതിൽ വേണ്ടി ഉൾപ്പെടുത്തുന്നത്. പക്ഷേ മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പം NCCയിൽ ഉള്ള ഒരു കുട്ടി അല്ലെങ്കിൽ SPCയിൽ ഉള്ള ഒരു കുട്ടി ഈ പദ്ധതിയുടെ ഭാഗമാകില്ല. ഈ പദ്ധതിക്ക് പ്രത്യേകമാണ്. അതായത് SPCയിൽ ഒരു കുട്ടി ചെയ്യുന്നു എങ്കിൽ അവരെ ഇതിലോട്ട് ഉൾപ്പെടുത്താതെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാന വ്യാപകമായി സമഗ്രമായി നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇത്തവണ ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ എന്നുള്ള രീതിയിൽ തുടങ്ങി വയ്ക്കുകയാണ്. അത് ഒരു വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഒരു സ്കൂളിനെ തിരഞ്ഞെടുത്ത് ഇത് തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്ദേശം. ഇതിലിപ്പോൾ ഇവർക്ക് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്, പരിശീലനം കൊടുക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഇതിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി പോലീസുകാരും ഒക്കെ എത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പാഠപുസ്തകത്തിൽ തന്നെ ഈ വിഷയം ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിലെ തന്നെ, അതായത് ഇപ്പം സ്കൂളിന്റെ പരിസരത്ത് റോഡ് ക്രോസ് ചെയ്യുന്നതിനും മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കുന്നതിനും ഒക്കെ അവർക്ക് പഠിക്കാനും പരിശീലിക്കാനും കുട്ടികളെ ആ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെ സമൂഹത്തിലാകെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പും ഗതാഗത വകുപ്പും ചേർന്ന് എടുത്തിരിക്കുന്ന. അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുകയാണ്.